ഓൺലൈൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ പെൺകുട്ടിക്ക് വെറും 16 വയസ്സായിരുന്നു. ഹൈസ്കൂളിലെ പഠനം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലി ലഭിക്കുമോ എന്ന് പ്രതീക്ഷയോടെ തിരഞ്ഞു നടക്കുകയായിരുന്നു. നന്നായി പഠിക്കുകയും അധ്യാപകർക്ക് അനുസരണയുള്ളവളായി അറിയപ്പെട്ടിരുന്ന ഈ പെൺകുട്ടിയിൽ പെട്ടെന്നുണ്ടായ ചില വലിയ മാറ്റങ്ങൾ അധ്യാപകരും സഹപാഠികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ചിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ പോലും അവൾ അതിനൊരു വ്യക്തമായ മറുപടി പറയാറുണ്ടായിരുന്നില്ല. അവൾ എന്തോ ഒളിപ്പിക്കുന്നു എന്നത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഒടുവിൽ അവൾക്ക് ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. ജോലി നേടാൻ ആഗ്രഹിച്ചിരുന്ന അവൾ ആ ജോലിക്ക് പോകരുത് എന്ന് തീരുമാനിക്കുകയും വീട്ടിലിരുന്ന് പോകാതിരിക്കുകയും ചെയ്തു. കാരണം ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാറില്ല. മുഖത്ത് നിരാശയുടെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. അങ്ങനെയായിരുന്ന അവൾ 1987 ജൂൺ 19 കാണാതായി. ആ പെൺകുട്ടിയുടെ പേര് ഹീദർ വെസ്റ്റ്. ലണ്ടനിൽ നിന്നുള്ള ഈ ബ്രിട്ടീഷ് പെൺകുട്ടിയെ ആ ജൂൺ 19 അവസാനമായി കണ്ടത്. അതിനുശേഷം അവളെ ആരും കണ്ടതില്ല. എങ്കിൽ ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മാതാപിതാക്കൾ ഒരു മിസ്സിംഗ് കേസ് പോലും നൽകിയിരുന്നില്ല. ഹീദർ വെസ്റ്റിന് ചില സഹോദരങ്ങളുണ്ടായിരുന്നു. അവരിൽ സ്റ്റീഫൻ, മേയ് എന്നിവർ ഉൾപ്പെടുന്നു. അവരുടെ പ്രിയപ്പെട്ട സഹോദരി നിഗൂഢമായി കാണാതായപ്പോൾ അവർ സ്വാഭാവികമായും മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ മാതാപിതാക്കൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അവൾക്ക് ജോലി ലഭിച്ചതുകൊണ്ട് പോയതാണ്. അവൾക്ക് വീട് ഇഷ്ടമായിരുന്നില്ല. അവളൊരു ലെസ്ബിയൻ ആയിരുന്നു. അതിനാൽ അവളുടെ കൂട്ടുകാരിയുടെ കൂടെ ഓടിപ്പോയതാണ്. ഇങ്ങനെയുള്ള പല പരസ്പര ബന്ധമില്ലാത്ത ഉത്തരമായി അവർ നൽകിയത്. ഇതിൽ എന്താണ് സത്യം, എന്താണ് അസത്യം? ഹീദർ വെസ്റ്റിന് സംഭവിച്ചത് എന്താണ്? അവളുടെ മാതാപിതാക്കൾ എന്തുകൊണ്ട് മിസ്സിംഗ് പരാതി നൽകിയില്ല? ഇതെല്ലാം വിശദമായി ഇന്ന് നമുക്ക് നോക്കാം. ഹീദർ വെസ്റ്റിന്റെ ശവം ലണ്ടനിലെ ക്രോംവെൽ സ്ട്രീറ്റിനു സമീപമുള്ള ഒരു അജ്ഞാത സ്ഥലത്ത് കണ്ടെത്തിയപ്പോഴാണ് അവളെ കൊലപ്പെടുത്തിയതായിരുന്നു എന്നത് വ്യക്തമായത്. പക്ഷേ അവളെ കൊന്നത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം മാതാപിതാക്കളായ ഫ്രെഡ് വെസ്റ്റ് ആൻഡ് റോസ് വെസ്റ്റ് ദമ്പതികളായിരുന്നു. ഇന്ന് പോലും നിങ്ങൾ നെറ്റിൽ ഫ്രെഡ് വെസ്റ്റ് എന്നും റോസ് വെസ്റ്റ് എന്നും ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സൈക്കോ സീരിയൽ കില്ലർമാരുടെ ക്രൂരകൃത്യങ്ങളുടെ പട്ടിക കാണാൻ കഴിയും. അവരുടെ പൂർണ്ണ ജീവിത ചരിത്രം കേട്ടാൽ നിങ്ങൾ ഒരു നിമിഷം സ്തംഭിച്ചു പോകും. 1980കളിൽ ബ്രിട്ടനിൽ ഭീകരത വിതറിയ ഈ ദമ്പതികളുടെ ചോരക്കറയുടെ കഥ ഒരിക്കലും മറക്കാനാവില്ല. സ്വന്തം മകളായ ഹീദറിനെ ഒരു രീതിയിലുള്ള കരുണയും കൂടാതെ കൊന്നയാൾ സ്വന്തം പിതാവായിരുന്നു. ഹീദർ വെസ്റ്റ് ഇവരുടെ അവസാന ഇരയായിരുന്നു. അതിനു മുമ്പ് 12 യുവതികളെ ഇവർ കൊന്നിരുന്നു. അതിൽ ചിലർ ഇവരുടെ സ്വന്തം കുട്ടികളായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ വസ്തുത വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. നാം ആദ്യം ഫ്രെഡ് വെസ്റ്റിന്റെ കഥ അറിയേണ്ടതുണ്ട്. അവൻ ഇംഗ്ലണ്ടിലെ ഫിയർഫോർഡ്ഷെയറിൽ 1941 ജനിച്ചു. പിതാവ് കർഷകനായിരുന്നു. അവർ മൊത്തം 8 കുട്ടികളായിരുന്നു. അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ബാല്യത്തിലൂടെയാണ് ഫ്രെഡ് വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ അവൻ ജോലികൾ ചെയ്തു. ആർട്ട് ക്രാഫ്റ്റ് മേഖലകളിൽ താല്പര്യം കാണിച്ചു. അതേസമയം ചെറിയ കളവുകളും തർക്കങ്ങൾ എല്ലാം ഫ്രെഡിന്റെ ജീവിതത്തിൽ പതിവായിരുന്നു. ഒരു ഘട്ടത്തിൽ അവൻ പറയുന്നതനുസരിച്ച് ടീനേജിൽ എന്റെ അമ്മ തന്നെ എന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നാണ്. എന്നാൽ അവന്റെ സഹോദരൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. 17-ാം വയസ്സിൽ അവൻ സ്കൂൾ വിട്ട് ഒരു ഫാമിൽ ജോലിക്കായി പോയി. അതോടൊപ്പം ലൈംഗിക മോഹങ്ങൾ അവന്റെ ചിന്തയിൽ ഇടം പിടിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഫ്രെഡിന് സ്ത്രീകളോടുള്ള മോഹം ക്രൂരമായ രീതിയിൽ മാറിയിരുന്നു. സ്ത്രീകളുടെ സമ്മതമില്ലാതെ തന്നെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കണം എന്ന അതിക്രമ മനോഭാവത്തിൽ വളർന്നു. തന്റെ സ്വന്തം അനിയത്തിയെപ്പോലും ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അത് പിന്നീട് കേസാവുകയും ഫ്രെഡ് ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. അവിടെ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിലെന്താണ് തെറ്റ്, ആരാണ് ചെയ്യരുത് എന്ന് പറഞ്ഞത്, അതിനെന്തെങ്കിലും നിയമമുണ്ടോ എന്നായിരുന്നു ഫ്രെഡിന്റെ ധൈര്യമായി പോരുന്ന മറുപടി. താൻ ചെയ്തത് ശരിയാണെന്ന മട്ടത്തിലും ഭാവത്തിലുമായിരുന്നു അവന്റെ ഉത്തരം. അവനിൽ പാപബോധം എന്നത് തികച്ചും ഇല്ലെന്ന് തെളിയിക്കുന്നതിന് അത് വ്യക്തമായ ഉദാഹരണമായിരുന്നു. അതിനുശേഷം ഫ്രെഡിന്റെ ജീവിതത്തിൽ നടന്ന കൃത്യങ്ങൾ ഇതിനേക്കാളും അതിക്രൂരമായിരുന്നു. 1960 ഫ്രെഡ് ആദ്യമായി പരിചയപ്പെട്ടവളായിരുന്നു കാത്തറിൻ കൊസ്റ്റൊല്ല. ലനോർക്ക് ഷൈർ എന്ന സ്ഥലത്ത് ഒരു ഡാൻസ് ഹാളിൽ ഇവർ ആദ്യമായി കണ്ടുമുട്ടി. അതിനുശേഷം ഏറെ മാസങ്ങൾ അവർ ഡേറ്റിംഗ് നടത്തി.
1962 നവംബറിൽ ഫ്രെഡ് അവളെ വിവാഹം ചെയ്തു. അപ്പോഴേക്കും കാത്തറിൻ ഒരു പാകിസ്ഥാൻ ബസ് ഡ്രൈവർ വഴി ഗർഭിണിയായിരുന്നു. ഇതറിഞ്ഞപ്പോൾ കാത്തറിന്റെ കുടുംബം അവളെ പുറത്താക്കി. ആ സമയത്ത് ഫ്രെഡിന്റെ ആന്റിയുടെ വീട്ടിൽ ഇരുവരും താമസിക്കാൻ തുടങ്ങി. 1963 കാത്തറിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അത് പാകിസ്ഥാനി ഡ്രൈവറിന്റെ മകളാണെന്ന് വ്യക്തമാക്കാതെ ഫ്രെഡ് തന്റെ ആന്റിയോട് കാത്തറിന് മിസ്കാരേജ് ആയെന്നും ഇത് ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാണെന്നും പറഞ്ഞു. ഇതിന് പിന്നാലെ അവർ ബ്രിഡ്ജ് താമസിക്കുന്ന സമയത്ത് ഫ്രെഡിൽ നിന്നും 1964 കാത്തറിന് രണ്ടാമത്തെ പെൺകുഞ്ഞിനും ജന്മം നൽകി. ആ കുട്ടിക്ക് ആൻ മേരി എന്ന് പേരിട്ടു. മുമ്പത്തെ പെൺകുട്ടിക്ക് അവർ ചാർമെയിൻ എന്ന് പേരിട്ടിരുന്നു. ഈ സമയത്ത് ഫ്രെഡ് ഐസ്ക്രീം വാനിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഫ്രെഡിന്റെ ഉള്ളിൽ ഒരു ക്രൂരനായ സാഡിസ്റ്റ് വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രെഡിന് തന്റെ സ്വന്തം കുട്ടികളോട് സ്നേഹമോ കനിവോ ഒന്നുമില്ലായിരുന്നു. അവൻ അവരോട് വളരെ ക്രൂരമായി പെരുമാറി. ജോലിക്ക് പോകുമ്പോൾ അവൻ 2 പെൺകുട്ടികളെ ഒരു ഇടുങ്ങിയ കേജിലാക്കി വെച്ച് പോകുന്നതായിരുന്നു പതിവ്. ഫ്രെഡിന്റെ ജീവിതം അത്യന്തം കളങ്കിതമായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവൻ നിരവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലുണ്ടായിരുന്നു. അവയിൽ ഒരാളെ ഗർഭിണിയാക്കി അതിലൊരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഇങ്ങനെ പെൺകുട്ടികളോടും ഭാര്യയോടും അത്യന്തം ദാരുണമായ പെരുമാറ്റം കാട്ടുന്ന ഫ്രെഡിനെ കാത്തറിന് ഇഷ്ടമായിരുന്നില്ല. അവന്റെ പഴയ ബന്ധങ്ങൾ അറിഞ്ഞ അവൾ അവനെ അകറ്റി. അതിന്റെ പ്രതികാരമായി അവൾ ജോൺ എന്നയാളുമായി ബന്ധം തുടങ്ങി. ഒരു ദിവസം ജോണും കാത്തറിനും ഒറ്റക്കുണ്ടായിരുന്നപ്പോൾ ഫ്രെഡിന് അവരെ കണ്ടു. അതിനുശേഷം ഫ്രെഡും ജോണും തമ്മിൽ വലിയ തർക്കവും ഉണ്ടായി. അതിനുശേഷം ഫ്രെഡ് കാത്തറിനോട് പക കൈവച്ചു. എല്ലാ ദിവസവും കുടിച്ചു വരികയും അവളെ മർദ്ദിക്കുകയുമായിരുന്നു പതിവ്. അവന്റെ ക്രൂരതയിൽ നിന്നും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താനായില്ല. അവർ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തളർന്നുപോയി. കാത്തറിന് ഫ്രെഡിന്റെ കൂടെയുള്ള ജീവിതം അസഹനീയമായി തോന്നാൻ തുടങ്ങി. അവനിപ്പോഴും അവളുടെ ഭർത്താവായിരുന്നുവെങ്കിലും കൂടുതൽ സമയം അവൾ ജോൺ എന്നയാളോടൊപ്പമായിരുന്നു. ഫ്രെഡിന്റെ അടിച്ചമർത്തലുകൾ കാരണം കാത്തറിന്റെ മുഖത്തുള്ള പരിക്കുകൾ ജോൺ കാണുകയും ഒരിക്കൽ ഫ്രെഡിനോട് അതിനെക്കുറിച്ച് തർക്കിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഫ്രെഡിന്റെ ഭാഗത്തു നിന്ന് അബദ്ധത്തിൽ ഒരു കൊല നടന്നു. ഒരു ദിവസം തന്റെ ഐസ്ക്രീം വാനിൽ അവൻ അബദ്ധത്തിൽ ഒരാളെ തട്ടി കൊല്ലുകയും ഇതിനെ തുടർന്ന് കേസ് നടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കാത്തറിനുമായുള്ള ബന്ധം കൂടുതൽ അകലുകയും അവൾ കുട്ടികളുമായി ഫ്രെഡിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. പക്ഷെ 1971 കാത്തറിനും ദുരൂഹ നിലയിൽ കാണാതായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ശവം ഒരു അജ്ഞാത സ്ഥലത്ത് കുഴിച്ചുമൂടപ്പെട്ട രീതിയിൽ കണ്ടെടുത്തു. അവളുടെ ശരീരത്തിലെ പ്രധാന ഭാഗങ്ങൾ എടുത്തു കളഞ്ഞ രീതിയിലായിരുന്നു. കയ്യിലെ എല്ലാ വിരലുകളും മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. ഇത് എന്തിനായിരിക്കും? ആരാണ് ചെയ്തത്? ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഫ്രെഡ് തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഇതിന് തെളിവുകളില്ല. അതിനുശേഷം ഫ്രെഡിന് രണ്ടാമത്തെ ഭാര്യയായി വന്നവളാണ് റോസ്മേരി പോളിൻ വെസ്റ്റ് എന്ന പെൺകുട്ടി. സത്യത്തിൽ ഫ്രെഡിന്റെ ജീവിതത്തിൽ റോസ് വെസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ക്രൂരമായ കൂട്ടക്കൊലകൾ നടന്നത്. കാരണം റോസ് വെസ്റ്റ് ഫ്രെഡിനെ പോലെ തന്നെ രക്തദാഹം മൂത്ത ഒരു സൈക്കോപാത്ത് സ്ത്രീയായിരുന്നു. ഇതിനു മുമ്പ് തന്നെ വ്യത്യസ്ത മനോഭാവമുള്ളവനായി പരിഗണിക്കപ്പെട്ടിരുന്ന ഫ്രെഡിന് അവന്റെ മനസ്സിന് തീർച്ചയായും ചേരുന്നവളായിരുന്നു റോസ്. 1969 ഇവർ ആദ്യമായി കണ്ടുമുട്ടിയത് ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു. ഇരുവരും ഒരേ ബസ്സിനായി കാത്തു നിൽക്കുമ്പോൾ ഫ്രെഡിന് ആദ്യം അവളെ കാണുകയും പിന്നീട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടക്കത്തിൽ റോസിന് ഫ്രെഡിനെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ പ്രതിദിനവും ഫ്രെഡ് അവളെ കാത്തു നിൽക്കുകയും റോസിന്റെ അവഗണനകളെ വിലവെക്കാതെ പിന്തുടരുന്നതും ശ്രദ്ധിച്ച റോസിന് കാലക്രമേണ ഫ്രെഡിനെ ഇഷ്ടമായി. അവളുടെ സമ്മതം കിട്ടിയതോടെ പിന്നീടുള്ള കുറച്ചു വർഷം ഫ്രെഡ് അവളോടൊപ്പം ഡേറ്റിംഗ് നടത്തി. 1971 തന്റെ ആദ്യ ഭാര്യയായ കാതറിൻ കാണാതായതിന് പിന്നാലെ എനിക്ക് 2 കുട്ടികളുണ്ട്, എന്റെ ഭാര്യ എന്നെ ചതിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞ് സങ്കടം സൃഷ്ടിച്ചു. റോസിന്റെ സ്നേഹവും അനുകമ്പവും നേടി. ഫ്രെഡ് അവളെ വിവാഹത്തിന് തയ്യാറാക്കി. ആ സമയത്ത് റോസിന് ഒരു ബ്രെഡ് മേക്കിംഗ് കമ്പനിയിലായിരുന്നു ജോലി. ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിലും അവൾക്ക് പല പുരുഷന്മാരോടൊപ്പം രാത്രി കഴിയുന്ന ശീലമുണ്ടായിരുന്നു. ഈ കാര്യം ഫ്രെഡിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഫ്രെഡ് അതിനെ തെറ്റല്ലെന്ന് പറഞ്ഞ് അത് സാധാരണ കാര്യമാണെന്ന് പറഞ്ഞു. 1970 ഒക്ടോബർ മാസത്തിൽ ഇവർ വിവാഹം ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ റോസിന്റെ മാതാപിതാക്കൾ അതിനെ ശക്തമായി എതിർത്തു. അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഫ്രെഡിനോടൊപ്പം ലേക്ക് ഹൗസ് എന്ന സ്ഥലത്താണ് ഇരുവരും താമസം തുടങ്ങിയത്. റോസ് ജോലിയിൽ നിന്ന് വിട്ട് വീട്ടിലായിരുന്നു. റോസ് അവളുടെ ജോലി ഒഴിവാക്കി ഫ്രെഡിന്റെ ആദ്യ ഭാര്യയുടെ മക്കളെ നോക്കാൻ തുടങ്ങി. ഇതിനിടയിൽ റോസിനും ഫ്രെഡിനും ഒരു പെൺകുഞ്ഞു ജനിച്ചു. അവൾ നാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയുടെ പേര് ഹീദർ വെസ്റ്റ്. സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ 16-ാം വയസ്സിൽ തന്റെ പിതാവും മാതാവും ചേർന്ന്
ചേർന്ന് അതിക്രൂരമായി കൊല്ലുന്നു. ഇവർ ഇരുവരും ചേർന്ന് അവരുടെ വീട്ടിൽ ഒരു ചൈൽഡ് ഡേ കെയർ ഹോം തുടങ്ങുകയും അടുത്തുള്ള വീടുകളിലെ കുട്ടികളെ അവിടെ ചേർക്കുകയും അവരെ നോക്കാൻ വേണ്ടി കെയർടേക്കർമാരെ നിയമിക്കുകയും ചെയ്തു. റോസിനെ കാഴ്ചക്ക് സാധാരണ സ്ത്രീയായി തോന്നുമെങ്കിലും അവളിൽ ഒരു തീവ്രമായി ക്രൂരമായ ദുഷ്ടത ഉണ്ടായിരുന്നു. അവൾ തന്റെ കുട്ടികളെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യുമായിരുന്നു. ഫ്രെഡിന്റെ ആദ്യ ഭാര്യയുടെ മകളായ ചാർമെന്നയായിരുന്നു റോസ് വെസ്റ്റ് ആദ്യമായി കൊന്നത്. ആ സമയത്ത് ഫ്രെഡ് തന്റെ ആദ്യ ഭാര്യയുടെ കൊലപാതകത്തിൽ ആരോപണ വിധേയനായി ജയിലിലായിരുന്നു. 1971 ജൂൺ മാസത്തിൽ റോസ് അവളുടെ എല്ലാ മക്കളുടെയും കൂടെ ഫ്രെഡിനെ കാണാൻ ജയിലിൽ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ചാർമെൻ എന്ന മകൾ മാത്രം ഉണ്ടായിരുന്നില്ല. അതേ വർഷം, അതായത് 1971 ജൂൺ 20-22 റോസ് തന്നെ ചാർമെനെ കൊന്നിരിക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളില്ല. ചാർമെന്റെ ശവം അവിടെ തന്നെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട രീതിയിൽ കണ്ടെത്തപ്പെട്ടിരുന്നു. ആ മൃതദേഹത്തിന്റെ പുറകുവശം മുഴുവൻ തകർന്ന നിലയിലായിരുന്നു. ഗർഭാശയ ഭാഗങ്ങളും എടുത്തു കളയപ്പെട്ടിരുന്നു. കയ്യിലെ മുഴുവൻ കൈവിരലുകളും മുറിച്ച നിലയിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഫ്രെഡിന് ഈ വിവരം തന്റെ പെൺമകളായ ആൻ മേരി വെളിപ്പെടുത്തിയപ്പോൾ ഭാര്യ ചെയ്തത് ശരിയാണ് എന്ന രീതിയിൽ അവൻ അവളെ ശാന്തനാക്കാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: റോസിന് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവൾ നിന്നെ തിരഞ്ഞെടുക്കാത്തത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ചാർമേന് പകരം നീയായിരിക്കും അവിടെ ഉണ്ടാവുക. അതോർത്ത് നീ സന്തോഷിക്കുകയല്ല വേണ്ടത് എന്ന രീതിയിൽ ഫ്രെഡ് ആൻ മേരിയോട് പറഞ്ഞു. ഈ അത്യന്തം ദയനീയവും ദാരുണവുമായ അനുഭവങ്ങൾ പല വർഷങ്ങളായി ലൈംഗിക പീഡനം അനുഭവിച്ചും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആൻ മേരി വെസ്റ്റ് തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ് 1972 റോസിന്റെ സഹായത്തോടെ തന്നെ ഫ്രെഡ് തന്റെ സ്വന്തം 8 വയസ്സുള്ള മകളായ ആൻ മേരിയെ ബലമായി ബലാത്സംഗം ചെയ്തു. ആ പെൺകുട്ടിയുടെ വസ്ത്രം സ്വയം പിടിച്ചു നീക്കുന്ന റോസ് തന്നെ അവൾ നിന്റെ മകളാണ്, അവളുടെ ശരീരം നിന്റേതാണ്, ഇതിൽ ഒരു തെറ്റുമില്ല, എന്തുണ്ടായാലും ഞാൻ നിന്നെ പിന്തുണക്കും എന്ന് പറഞ്ഞ് ഫ്രെഡിനെ റോസ് പ്രേരിപ്പിക്കുകയായിരുന്നു. അവളുടെ മുമ്പിൽ തന്നെ തന്റെ സ്വന്തം മകളെ ഫ്രെഡ് ബലാത്സംഗം ചെയ്തു. വേണ്ട പപ്പ എന്ന് പറഞ്ഞ് അവൾ കരയുകയായിരുന്നെങ്കിലും ആ പിതാവിന്റെ മനസ്സിൽ കനിവിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് റോസ് ആ കുട്ടിയോട് പറഞ്ഞു, ഇതിൽ കരയാൻ എന്തിരിക്കുന്നു, ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ്. ഫ്രെഡും റോസും തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ തെറ്റായി കണക്കാക്കിയിരുന്നില്ല. അവർക്ക് പാപബോധമെന്നതിന്റെ അടയാളം പോലും ഇല്ലായിരുന്നു. അവർ അവരുടെ വീട്ടിൽ ചൈൽഡ് കെയർ ഹോം തുടങ്ങിയിരുന്നു. അവിടെ കുട്ടികളെ നോക്കാൻ കെറോലിൻ ഓവൻസ് എന്ന യുവതി എത്തിയിരുന്നു. അവൾ അവിടെ എത്തിയതിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫ്രെഡിന്റെയും റോസിന്റെയും യഥാർത്ഥ മുഖം അവൾ മനസ്സിലാക്കി. ആ യുവതി ഇവിടെ വന്നതിന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിദാരുണമായി കൊല്ലപ്പെട്ടു. കൂടാതെ അവരുടെ കൊലപാതക പരമ്പര ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. കെറോളിൻ എന്തിനാണ് കൊല്ലപ്പെട്ടത്? അത് കൊലപാതകമോ ആത്മഹത്യയോ? ഇവരുടെ തുടർന്നുള്ള കൊലപാതകങ്ങൾ ഏതെല്ലാം? ഇവരുടെ ഈ നീചകൃത്യങ്ങൾ പുറം ലോകം അറിഞ്ഞത് എങ്ങനെ? തുടർന്നുണ്ടായ പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹീദർ വെസ്റ്റിന്റെ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇത്രയും ഭയാനകമായ കൊലപാതകങ്ങൾ നടത്തിയ ഫ്രെഡ് വെസ്റ്റിനും റോസ് വെസ്റ്റിനും അവസാനം സംഭവിച്ചതെന്താണ്? ഇതെല്ലാം അറിയാൻ രണ്ടാം ഭാഗത്തിനായി പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക. ഇതുവരെ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.